ദേഷ്യം വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും വരും. ഓക്കെ, പക്ഷെ സ്ഥിതപ്രജ്ഞാവസ്ഥയിലേക്ക് എത്താൻ പറ്റണം. ഭഗവത്ഗീത അങ്ങനെ പറയുന്നത്. ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീത രാഗ ഭയ ക്രോധ സ്ഥിതതീർ മുനിരുച്ചത്. ഇതൊക്കെ എല്ലാം ഉണ്ടാവണം, എല്ലാ വികാരവും ഉണ്ടാവണം. ഈ വികാരം ഇല്ലാണ്ടിരിക്കാനൊന്നുമല്ല മനുഷ്യൻ ഇതൊന്നും ചെയ്യുന്നത്. അപ്പോൾ അത് വല്ലാണ്ട് അതിക്രമിച്ചിട്ട് മുകളിലോട്ടും താഴത്തോട്ടൊക്കെ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് ആകെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ നോൺ വയലൻസിന് പ്രസിദ്ധനായിട്ടുള്ള മഹാത്മാഗാന്ധിയാണ്. യോഗാചാര്യന്മാരിൽ പ്രസിദ്ധനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയാന്നാ പറയാം. ഓക്കെ, അദ്ദേഹം ഗീത പഠിച്ചിട്ടുണ്ട്, ജ്ഞാനയോഗം നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, പൊളിറ്റിക്സിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ അയാൾ തലകുത്തി നിൽക്കുന്നതോ അയാള് ശവാസനയിൽ കിടക്കുന്നതോ ഒന്നും കാണിക്കാറില്ല. അദ്ദേഹം ആളോട് സംസാരിക്കുമ്പോഴും വേറെ പണി ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ആ കഥയൊക്കെ വളരെ ഫേമസ് അല്ലേ. അപ്പം എല്ലാ കാര്യങ്ങളിലും വ്യാപൃതനായി ആ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൺസെപ്ഷനിൽ എനിക്ക് പെർഫെക്റ്റായിട്ട് തിരിച്ച് എന്നെ കുത്തുന്ന ചോദ്യങ്ങളൊന്നും എനിക്കില്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല നോൺ വയലന്റ് എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്ന ഡോക്ടർ പറയുന്നത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു എന്റെ സെന്ററിൽ. അതെ, ഇപ്പൊ നോൺ വയലന്റ് ആയിട്ടുള്ള ഗാന്ധിജി ചെയ്യുന്ന പലതും ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. കാരണം ഗാന്ധിജിയുടെ കൺസെപ്റ്റ് അല്ല ബാക്കിയുള്ള സമര നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഗാന്ധിജി ആയിരുന്നു ശരിയെന്ന്. അപ്പം ആ ബോധം ഉണ്ടായിട്ട് കുറച്ച് നല്ല ലീഡർഷിപ്പ് വേണം, അതിനാണ് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. അവനവന് ശരീരത്തിന് പറ്റാത്ത ആൾ ഇത് ചെയ്തിട്ട് എന്താ കാര്യം? നമ്മൾ തന്നെ റോൾ മോഡൽ ആവണ്ടേ അല്ലേ? എനിക്ക് തോന്നുന്നു 10-40 കൊല്ലമായിട്ടുണ്ടാവും ഡോക്ടറെ കണ്ടിട്ട്. ഓക്കെ, ഒരു ദിവസം പോലും ഒരു അസുഖമായിട്ട് എന്നാ ഇപ്പൊ വയ്യ ആരോടും പറയാറില്ല. എല്ലാ മെസ്സേജുകൾക്കും മറുപടി അയക്കണം അപ്പം തന്നെ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പലരും വിളിച്ചു കഴിഞ്ഞ് മെസ്സേജ് അയക്കുന്നു പറഞ്ഞാൽ അയക്കില്ല. എന്നാലും ആ നമ്പറിൽ ഞാൻ എൻ്റെ വാട്സപ്പ് അയക്കും. അതിൽ മറുപടി പലരും അയക്കാറില്ല, എന്നാലും ഞാൻ അയക്കും. ഇന്നിപ്പോൾ ആ വിളിച്ച കുട്ടിയെ ഞാൻ തിരിച്ച് പറഞ്ഞു, അത് കുറച്ചും കൂടി സോഷ്യൽ ആവണം, ഇന്നതൊക്കെയാണ് പഠിക്കേണ്ടത്, വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് എവിടെ പോകേണ്ടതെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചു വിട്ടിരിക്കാം. അപ്പോൾ ഈശ്വരിൽ തോന്നിയാലും അതാണ് നിയമം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിസിപ്ലിനാണ്. കൃത്യസമയത്ത് പാലിക്കുക, കൃത്യസമയങ്ങൾ ചെയ്യുക. വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണാൻ. എനിക്ക് പറഞ്ഞ കൺസിസ്റ്റൻസിയുടെ ഒരു പ്രശ്നമുണ്ട് ഡോക്ടർ. കാരണം ഒന്നും എനിക്ക് അങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ ജപമാകട്ടെ, അറ്റ്ലീസ്റ്റ് അതുപോലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഹെൽത്ത് ഇഷ്യൂസ് ഞാൻ പറയാം, ഇതാണ് എൻ്റെ ജപം. എന്താന്ന് വെച്ചാൽ എനിക്കെന്താണോ ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ യത്നം എന്ന് പറയുന്നത് ഞാൻ പഠിപ്പിക്കുക എന്നുള്ള യത്നത്തിലാണ്. അപ്പോൾ ഓരോരാളും തീരുമാനിക്കുക അവനവൻ എന്താ വേണ്ടതെന്ന്, അതിലും വ്യാപൃതരാകുക, അപ്പൊ കിട്ടുന്ന സന്തോഷം. അപ്പൊ അങ്ങനെ വരാണെങ്കിൽ ഈ സേവനവും ഇതൊരു തരത്തിലുള്ള സേവനം കൂടിയാണല്ലോ. ഈ സാമ്പത്തിക സ്ഥിരതയും അപ്പൊ ഒരുമിച്ച് നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? വലിയ ബുദ്ധിമുട്ടാണ്. മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പം ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആരും വരില്ല. നമ്മൾ ഒരു കൃത്യമായി ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞൊരു ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രെയിമൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ആൾക്കാരുണ്ടാവും. ഓക്കെ, പിന്നെ ഓരോരാൾക്കും അറിയുന്നതിന് അറിവ് വ്യത്യാസമുണ്ടല്ലോ. ഇതൊക്കെ ഫിലോസഫിക്കലി പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയണം. യോഗ പഠിപ്പിക്കണമെങ്കിൽ മോഡേൺ യോഗയുടെ പിതാവ് ആരാന്ന് അറിയണമെന്നില്ല. ഇപ്പം യോഗ ഡേ വളരെ ഗംഭീരമായിട്ട് നടത്തുന്നു. അപ്പോൾ ആ സമയത്ത് ആൾക്കാരിങ്ങനെ നിൽക്കുന്ന മനോരമയിലൊരു പടം ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ അന്ന് എൻ്റെ വീട്ടിലാണ്, നാട്ടിൽ പഴയ വീടാണ്, 10-200 വർഷം. അപ്പോൾ പേപ്പർ ഇട്ടപ്പോൾ പേപ്പറിൽ കണ്ടത് ആൾക്കാരിങ്ങനെ ലൈനായിട്ട് നിൽക്കുന്ന പടമാണ്. ഈ മിലിറ്ററി പരേഡ് നിൽക്കുന്ന പോലെ നിൽക്കുന്നതാണോ യോഗ? റിലാക്സിങ് ആയിട്ട് ആർക്കെങ്കിലും അങ്ങനെ ക്രമത്തിൽ നിർത്താൻ പറ്റുമോ? അങ്ങനെ നിർത്തുമ്പോഴേ ക്രമമില്ല. മനുഷ്യന്മാരൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് നിൽക്കുമ്പോൾ, ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുമ്പം പിന്നെ റിക്ലൈനറിലാണ് ബാക്കിൽ കുഷ്യൻ്റെ, എൻ്റെ കാല് വെച്ചിരിക്കുന്ന കുഷ്യൻ്റെ മുകളിലാണ് ഞാൻ കാല് നീട്ടിയിട്ടായിരിക്കണത്. ഈ കമ്പ്യൂട്ടർ ഇരിക്കുന്നത് എൻ്റെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് തന്നെയാണ്. അതിൻ്റെ മുകളിൽ താഴത്തൊരു ഫാൻ വെച്ചിട്ടുള്ളൊരു സാധനമുണ്ട്, അതിൻ്റെ താഴത്തൊരു കുഷ്യൻ, അങ്ങനെ ഇരിക്കണം. കാരണം ഞാൻ 24 മണിക്കൂറൊക്കെ ഇരിക്കുകയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ റിലാക്സിങ്. എന്നോട് ഇങ്ങനെ നേരെ നിന്നാൽ ആ റിലാക്സിങ് ആക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുമോ? ഞാൻ ആ സമയത്താണ് ഒരു
ഇതില്ലേ മില്ലിപ്പേഡ് എന്ന് പറയുന്ന സാധനം, ഉവ്വ്. അതിങ്ങനെ പോകുന്നുണ്ട്. അതിന്റെ കാല് നോക്കുമ്പോൾ ഈ മനോരമേന്റെ കാലും ഒരേപോലെ. ഞാൻ അന്ന് എഴുതിയ കവിതയാണ് യോഗ ഈസ് മില്ലിപ്പേഡ്. ഡോക്ടർ, അപ്പം ഈ പറഞ്ഞതുപോലെ എന്റെ കഴിവുകൾ ഇപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ഞാൻ എന്താണ് വികസിപ്പിക്കുക? യോഗ നല്ലപോലെ സഹായിക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തില് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് യോഗ എന്ന് പറയാം. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ഇത് മാത്രം ചെയ്ത് മറ്റേ പണി പിന്നെയും തദൈവ എന്നാണെങ്കിൽ പിന്നെന്താ കാര്യം? ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വിശപ്പ് മാറാനാണ്. പക്ഷെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാലേ വിശപ്പ് മാറുള്ളൂ വെച്ചാലോ? അതാണ് സ്ഥിതി പലരുടെയും. കാരണം അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത് ജാലപക്ഷിവത് ദീനരോധനം. അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ അപ്പം പറക്കും. അപ്പൊ ഈ ചെയ്യുന്ന ഒന്നും എല്ലാവരും ഇപ്പം ഒരാളിപ്പം ഞാൻ പറയുന്ന ഒന്നും ഇപ്പൊ ഗീത അല്ല സീത അഗ്രി ചെയ്യണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ എൻ്റെ നേരിട്ടത് പറയില്ല, ഇയാളെന്തപ്പ പറയുന്നത്, എന്നാലും എന്നോട് നോക്കുമ്പോൾ പറയും ആ ബെസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ ഈ കാശ് കൊടുത്ത് വരുന്നവര് അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലത്തിൽ നിങ്ങളുടെ അടുത്ത് വരുന്നത് നിങ്ങളുടെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യുന്നവരാണ് വരിക. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഓക്കെ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാൾ വേണം, നമുക്ക് ഡെയിലി ഒരു റൊട്ടീൻ ഉണ്ടാവണം. ചിലർ അമ്പലത്തിൽ പോകുന്നത് അതിനാണ്. ഓക്കെ, ഒരു റൊട്ടീൻ ഉണ്ടാവട്ടെ വെച്ചിട്ടാണ്. രാവിലെ എഴുന്നേക്കും, കുളിക്കും, അമ്പലത്തിൽ പോകും. പിന്നെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണാം, ഒരേ ഫ്രീക്വൻസിയുള്ള ആളൊക്കെ അമ്പലത്തിൽ പോകും. രാവിലെ എണീറ്റ് 6 മണിക്ക് എനിക്ക് വേറൊരാളുടെ വീട്ടിൽ പോകാൻ പറ്റുമോ കാപ്പി കുടിക്കാൻ? എന്നാൽ കുറച്ച് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അവർ രണ്ടാളും കൂടി അവിടെ പോയാലോ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഡോക്ടറുടെ ഒരു ഇതിൽ ഞാൻ കണ്ടിരുന്നു, റേക്കി അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ് ഒക്കെ ഏറ്റവും താഴത്തെ ലെവലിലുള്ള ഒരു ഹീലിംഗ് ടെക്നിക്കാണെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനേക്കാളും ഹയർ ആയിട്ട് അങ്ങ് കാണുന്നത് എന്താണ്? ഇപ്പൊ റെക്കി പ്രാണിക് ഹീലിംഗ് വെച്ച് എനിക്ക് ഒരാളെ ഹീൽ ചെയ്യാം. ഒന്നുകിൽ ഞാനൊരു ചാനലാവണം അല്ലെങ്കിൽ ഞാനൊരു ഹീലർ ആവണം. അതാവണമെങ്കിൽ എനിക്ക് ഇതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ലെവലിലുള്ള ഒരു എലിബിലിറ്റി എനിക്ക് ഉണ്ടാവണ്ടേ. അന്നമയ പ്രാണമയ മനോന്മയ വിജ്ഞാനമയ ആനന്ദമയ കോശം ഇതിനെ ശുദ്ധമാക്കാൻ എനിക്ക് സാധിച്ചാൽ ഞാൻ വേറൊരാളത്തെ ട്രീറ്റ്മെന്റിന് പോവുകയോ ഞാൻ വേറൊരാൾ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം ഇത് ശുദ്ധമാക്കാൻ അവരെ പഠിപ്പിക്കല്ലായിരുന്നു. അതെ, ഹീലിംഗ് നമ്മൾ ഹീല് ചെയ്യാണ്, ഞാൻ അവരെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടത്. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് പഠിച്ചാൽ അത് സാധാരണഗതിയിൽ ഈ ഹീലിംഗ് എന്ന് പറയുന്ന ഈ കോശങ്ങളെ ശുദ്ധമാക്കുകയാണ്. അതിനുള്ള പഞ്ചശുദ്ധിയുടെ നാമാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. അന്നമയ പ്രാണമയ മനോന്മയ വിജ്ഞാനമയ ആനന്ദ കോശമേ ശുദ്ധ്യന്താം പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാപിപാത്മ ഭൂയാസംഗ സ്വാഹ വാക്മനച്ചുശ്രോത്രഗ്രാണ ചിക്വാരിതോ ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം. എൻ്റെ സങ്കല്പം ശുദ്ധമാവണം, എൻ്റെ ബുദ്ധി ശുദ്ധമാവണം, എൻ്റെ മനസ്സ് ശുദ്ധമാവണം, എൻ്റെ കണ്ണ് ശുദ്ധമാവണം, ചെവി ശുദ്ധമാവണം. ഇത് ചൊല്ലിയിട്ടും ചെയ്യാൻ എനിക്ക് തലകുത്തി നിൽക്കാതെ തന്നെ. ഓക്കെ, ഞാനിത് ചൊല്ലുമ്പോൾ ചെയ്യുന്ന പ്രാണായാമം ഞാൻ എന്ത് ബ്രീത്തിങ് എക്സർസൈസ് എടുത്താലും നടക്കില്ല. ഇപ്പം ഇന്നലെ അവിടെ കോയമ്പത്തൂർ പോയപ്പോൾ ശംഖ് അതിൻ്റെ ഗുണം അതൊക്കെ അയാൾ നല്ല ലെക്ചർ കൊടുക്കുന്നുണ്ട്. അയാൾ നല്ല തടിയനാണ്, ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു റീൽ അയാളെ കണ്ടാ അറിയാം. അയാൾക്ക് ഒരു 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 30 സെക്കൻഡിലധികം ഊതാൻ പറ്റില്ല ഉറപ്പാണ്. ഞാൻ കാശിയിൽ ഊതുന്നത് കേൾപ്പിച്ചു അയാളെ. അബ്ബായ എപ്പടി ഇതെല്ലാം പண்றது ഗുരു. വെറും ശംഖ് ഊതിയിട്ട് ചിന്മയാനന്ദ സ്വാമി പഠിപ്പിക്കുന്ന സമയത്ത്, സ്വാമി രാമ സൈലൻസ് പഠിപ്പിക്കുന്ന സമയത്ത്, സ്വാമി രാമ സൈലൻസാണ് പഠിപ്പിച്ചത്, ചിന്മയാനന്ദ സ്വാമി ഭഗവത്ഗീത പഠിപ്പിച്ചത്. ജ്ഞാനമാണ്, ഭക്തിയും ജ്ഞാനവും. സ്വാമി രാമയുടെ ശിഷ്യനാണ് ഞാൻ. സ്വാമി രാമ പഠിപ്പിച്ച സൈലൻസ് ആണ്. അതാണ് ഈ പറയുന്ന ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനും ഏറ്റവും നല്ല മാർഗം സൈലൻസ് ആണ്. ഓക്കെ, പ്രത്യാഹാര ധാരണ ധ്യാനത്തിലെത്തുമ്പോൾ സൈലന്റ് ആയി.
ഓക്കെ. അതാണ് സൈലൻസ്. ധ്യാനാലയം ആണ് സൈലൻസിന്റെ സ്ഥലം. അവിടെയാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പോവുക ആൾക്കാർ. ആരും പഠിപ്പിക്കില്ല, അവിടെ പോവാണ്. അവിടെ പോയാൽ ആയി. അവിടെ ഇരിക്കാൻ പറ്റിയാൽ തന്നെ, സൈലൻ്റ് ആവാൻ പറ്റിയാൽ തന്നെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ സൈലൻ്റ് ആവും. അതാണ് ആകെ പഠിപ്പിക്കണം. പക്ഷെ അത് വലിയ കാര്യമാണ് പഠിപ്പിക്കണം. അത് മാത്രം പഠിപ്പിച്ചിട്ടാണ് സ്വാമി വേദഭാരതി, സ്വാമി രാമയും. അവരും ചിക്കാഗോലായിരുന്നു, ഇദ്ദേഹവും ചിക്കാഗോലാണ്. പിന്നെ മൂന്നാമത് പോയ ഒരാളാണ് ഈ ശംഖ് വിളിക്കാൻ പറ്റുന്ന സ്വാമി ഭുവ. കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. സ്വാമി ഭുവക്ക് ശംഖ് വിളിക്കാൻ പറ്റും മിനിറ്റുകളോളം നീണ്ടിട്ട്. അയാൾ വേറെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, ഭഗവത്ഗീത പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ യോഗാസനം നന്നായിട്ട് ചെയ്യും. ഈ അയ്യങ്കാരനേക്കാളും നന്നായിട്ട് ചെയ്യുന്ന ആളാണ് ഭുവ. അദ്ദേഹത്തിന്റെ എക്സർസൈസ് ഒക്കെ ചിലപ്പോൾ കാണാം. എവിടെയെങ്കിലൊക്കെ 1-2 വീഡിയോകളൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തെ കാണാൻ. അങ്ങനെ ഫേമസ് ആയിട്ടൊന്നുമില്ല. ഈ മൂന്നാളാണ് ചിക്കാഗോയിൽ യോഗ പ്രാക്ടീസ് തുടങ്ങിയതും ഇന്നത്തെ യോഗ ഡേ എന്ന് പറഞ്ഞ ആഘോഷിച്ച് യുണൈറ്റഡ് നേഷൻ അംഗീകരിക്കാനൊക്കെ ഉണ്ടായിരുന്ന സോഴ്സ് എന്ന് പറയുന്ന ഈ മൂന്നാളാണ്. ഈ 3 പേരുമായിട്ട് കുറച്ച് ബന്ധമുള്ള ഒരാളാണ്. അവിടെ ഇവിടെയൊക്കെ ഓക്കെ. അപ്പൊ നമ്മള് അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടത്, ചെയ്യാനുള്ള പണി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഇത് വേറെയും അത് വേറെയല്ല. ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ഫോക്കസ് ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യം. അവരുടെ പണി അത് കുക്കിംഗ് എൻജോയ് ചെയ്യണം, കാർപ്പൻട്രി എൻജോയ് ചെയ്യണം, ഫാമിംഗ് എൻജോയ് ചെയ്യണം. ഞാൻ ചെയ്യുന്ന എല്ലാ പണിയും യോഗാരൂഢനായിട്ട് ചെയ്യാനാണ്. അതാണ് വേണ്ടത്. പിന്നെ ഞാൻ ഇനിയിപ്പം എന്റെ ശക്തികളോ അല്ലെങ്കിൽ കഴിവുകളോ ഒക്കെ എടുത്തിട്ട് അടുത്തൊരു 5 വർഷം ഞാൻ എന്തിനാണ് സാർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക? അല്ല, നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ ദിവസവും നമ്മൾ പഠിക്കുമ്പോഴാണ് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുമ്പോൾ യു ബിക്കം ഹാപ്പിയർ. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ധനം വരുമ്പോൾ വരും, പ്രശസ്തി വരുമ്പോൾ വരും, പഠിക്കുമ്പോൾ വരും. പഠിക്കാതെ പ്രശസ്തിയും ഇതും തുടങ്ങിയ കുറച്ചു കാലം കഴിയുമ്പോൾ തീരും. കാശുണ്ടാക്കാനൊക്കെ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ മാർഗങ്ങളുണ്ട്. പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇതെന്ത് ജീവിതപ്പാ, പ്രശസ്തി അധികം പിടിച്ചു നിർത്താൻ പറ്റില്ല. കള്ളി വെളിച്ചത്ത് വരും, ഇയാൾക്ക് വിവരമില്ല. അതിനാണ് മാർക്കറ്റിങ്ങിന് ആൾക്കാരെ വെക്കുന്നത്. അങ്ങനെയാണ് പല സ്വാമിമാരും അറിയപ്പെടുന്ന മഹാന്മാരെന്ന് അറിയുന്നവരൊക്കെ. അവര് ചിലപ്പോൾ ഇംഗ്ലീഷിൽ ബ്ലാ 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 പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ചെയിൻ മാർക്കറ്റിങ്ങിൽ ആൾക്കാർ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ഏത് ഗ്രൂപ്പാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, എവിടുന്നാ പഠിച്ചൊന്നും ഞാൻ ചോദിക്കാറില്ല. ഓരോ മനുഷ്യന്മാരും വ്യത്യസ്തമായ തരത്തിലാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അവർ മാർക്കറ്റിങ്ങിൽ ഫേമസ് ആയതുകൊണ്ട് ബിസിനസ് നടക്കണു അവർക്ക്. പക്ഷെ അവരുടെ ഉള്ളിലും എപ്പോഴും ഒരു ഹാപ്പിനെസ് കുറവുണ്ടാവും. നല്ല പാട്ടുകാരിലും ഉണ്ട് കുറേ അൺഹാപ്പി ആയിട്ടുള്ളവർ, നല്ല ഡാൻസേഴ്സിലും അൺഹാപ്പി ആയിട്ടുള്ളവരുണ്ട്. കുറച്ച് പഠിക്കുക, കുറച്ച് പോപ്പുലാരിറ്റിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, കുറച്ച് ധനം ഉണ്ടാക്കുക, എല്ലാത്തിലും ഹാപ്പിനെസ് കണ്ടെത്തുക. ഈ നേരത്തെ പറഞ്ഞല്ലോ, പഠനത്തിന് ഇൻവെസ്റ്റ് ചെയ്യണം ടൈം, പ്രസിദ്ധിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ കാശുണ്ടാക്കാനും ഇൻവെസ്റ്റ് ചെയ്യണം സമയം. ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്തിട്ടൊരു സന്തോഷം ഉണ്ടാകുന്ന അവസ്ഥയാണ് ലോങ്ങർ ടൈം നീണ്ടു നിൽക്കുക. കാരണം നമ്മൾ വൈശ്യനുമാണ്, ശൂദ്രനുമാണ്, ബ്രാഹ്മണനുമാണ്, ക്ഷത്രിയനുമാണ്, എല്ലാം കൂടി ഒന്നാണ് നമ്മൾ. ഇതിലൊന്ന് വ്യത്യസ്തമായിട്ട് നിന്നാൽ നടക്കില്ല. കാരണം കുറേ ബുദ്ധിയുണ്ട്. എനിക്ക് പെൻഷൻ ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? യാത്ര ചെയ്ത് പോകാൻ പറ്റില്ല അവിടെ ഇവിടെ, അല്ലേ? വേറെ ആരെങ്കിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വെറും ഒരു സബോർഡിനേഷൻ തോന്നലുണ്ടാവും എനിക്ക്. അതെന്തുകൊണ്ടാണ് തോന്നുന്നത് വെച്ചാൽ ഞാൻ ക്ഷത്രിയ ഗുണമുള്ള ഒരാളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രോഗ്രാം കഴിഞ്ഞാലും കാശെടുക്കണമെന്ന് പറയില്ല നമ്മൾ. അങ്ങനെ നമുക്ക് താവാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു പൊസിഷൻ വെക്കുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ 3ഉം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് പഠിക്കുക, അത് ബാക്കിയുള്ളവരിലേക്ക് നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ നല്ല കമ്മ്യൂണിക്കേറ്റർ ആവുക, അത് ഡിസ്കഷൻ. ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വലിയ കാര്യമാട്ടോ. ഇത്തരം ചോദ്യം ചോദിക്കാൻ പറ്റാത്തവരാണ് ഏറ്റവും ലോകത്ത് കൂടുതലുള്ളത്.